31 ദിവസത്തിൽ 1200 കോടി നേടി ദുരന്തർ ബോളിവുഡ് ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ്. ഈ ചിത്രം ഒപ്പം വിവാദങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇത്തവണ ബോണസ് കണ്ടന്റ് പരിശോധിക്കുന്നത്. ഒരു മുസ്ലിം കഥാപാത്രം പോലും പോസിറ്റീവായിട്ടൊരു മനുഷ്യനില്ല. റോഡിൽ കാണുന്ന ചെറുപ്പക്കാരനെ അവരെ റേപ്പ് ചെയ്യുന്ന കഥാപാത്രത്തിലേക്ക് അത്ര രീതിയിലേക്കാണ് ഒരു പാകിസ്ഥാനെയും ഒരു രാജ്യത്തെയും. പുറത്തുള്ള ശത്രുക്കളെക്കാൾ വലുതാണ് അകത്തുള്ള ശത്രുക്കളെ എന്ന് പറയുന്നത്. മലയാളത്തിൽ എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്ക് വെട്ടിയിട്ടാൻ കാര്യം എന്തായിരുന്നു? നമ്മൾ അത് കൂടുതൽ ചർച്ചയാക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം, നമ്മളെല്ലാം പറഞ്ഞു പഴകിയതാണ്. പിന്നെ വേണമെങ്കിൽ ഇപ്പൊ UPA സർക്കാരിന്റെ ബന്ധം വരുവാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രശസ്ത സിനിമ ചക്ദയിന്റെയും അല്ലെ മൈ നെയിം ഈസ് ഖാൻ, ഈ സിനിമയൊക്കെ പറഞ്ഞ സബ്ജക്റ്റ് പ്രൊപ്പഗണ്ട ആണെങ്കിൽ അങ്ങനെ ലെവൽ ഉണ്ടെങ്കിൽ പോലും സബ്ജക്റ്റ് ഒന്നെങ്കിൽ ദേശീയോദ്ഗ്രഹം അല്ലെങ്കിൽ ഇപ്പം അത് മതം പോസിറ്റീവ് ആയിരിക്കും. ചിത്രം കണ്ടിരിക്കുമല്ലേ? തീർച്ചയായും ഒരു കൊമേഴ്സ്യൽ സിനിമയാണ്, കാണണം. എന്റർടൈനറാണ്, കുറച്ച് ലെങ്ത് ഉണ്ട്, 3.5 മണിക്കൂറോളം ഉണ്ട്. നല്ല മ്യൂസിക്, ഫൈറ്റ്, ആസ് എ സിനിമാറ്റിക് എലമെന്റ് ഉള്ള എല്ലാ ഒരു സിനിമ, പെർഫെക്റ്റ് സിനിമ അല്ലേ? അത് തന്നെ എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. അതെ, അല്ലെങ്കിൽ ഇത്ര കളക്ഷൻ കയറത്തില്ല. ബാഹുബലിയോളം കളക്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. KGF-നെ തകർത്തു. അതെ. അപ്പൊ ഈ ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടമാണ്. 800 കോടിയോളം പട്ടാനായത്. അപ്പൊ ഇത് പലതരത്തിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. വിമർശനം വരുന്നതിന് മുമ്പട്ടെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ബോളിവുഡ് സ്ഥിരമായിട്ട് പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായി പയറ്റുന്ന ഒരു ഫോർമുലയുണ്ട് ഈ സ്പൈ പടങ്ങൾ. നമ്മൾ കണ്ടിരുന്ന YRF യൂണിവേഴ്സ്, സ്പൈ യൂണിവേഴ്സ് എന്നുള്ള പടങ്ങളിലാണ് കണ്ടത്. ഒരു പിന്നെ ഇന്ത്യൻ സ്പൈ, ഒരു പാകിസ്ഥാൻ ഗേൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇത്, ആ പാകിസ്ഥാനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഫ്ലേവർ മസാല പിന്നെ ആക്ഷൻ, ഒരു ബോളിവുഡ് ഗിമ്മിക്കൊക്കെ ചേർത്തുള്ള ഒരു രീതിയായിരുന്നു. ആ രീതിയെ പൊളിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. അതെങ്ങനെ തോന്നി? അല്ല, ഈ സിനിമ ദുരന്തർ എന്നുള്ള പേര്, അതായത് ദുരന്തർ എന്നുള്ള പേര് വന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ദുരന്തമാവുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവരെ നായകനും നായികനുള്ള പ്രായത്തിന്റെ വ്യത്യാസം, ഇതെല്ലാം വിവാദമായിട്ട് സിനിമ വന്ന് ബ്ലോക്ക് ബസ്റ്ററായി. ഈ സിനിമ വന്നപ്പോഴത്തേനെ സിനിമ നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഡയറക്ട്ലി പണ്ട് നമ്മൾ പറയും പൊതിഞ്ഞ് പറയാന്ന് പറയും. മലയാളത്തിലടക്കം പല സിനിമകളിലും വന്നിട്ട് നമ്മൾ പറയും പൊതിഞ്ഞ് പറഞ്ഞു അജണ്ടയാണെന്ന്. പക്ഷെ ഇവിടെ പൊതിഞ്ഞല്ല, ഡയറക്ട്ലി പറയുകയാണ്. ഈ സിനിമയിൽ ഒരു മുസ്ലിം കഥാപാത്രം പോലും പോസിറ്റീവായിട്ടൊരു മനുഷ്യനില്ല. റോഡിൽ കാണുന്ന ചെറുപ്പക്കാരനെ അവരെ റേപ്പ് ചെയ്യുന്ന കഥാപാത്രത്തിലേക്ക് അത്ര രീതിയിലേക്കാണ് ഒരു പാകിസ്ഥാനെയും ഒരു രാജ്യത്തെയും ആ ഒരു മതവിഭാഗത്തെയും ചിത്രീകരിക്കുന്നത്. അത് വലിയൊരു പ്രത്യാഘാതം ഭാവിയിൽ സൃഷ്ടിക്കും. ഇത്ര സിനിമ ഇത്ര വലിയ വിജയമാകുമ്പോഴാണ് അതിന്റെ പ്രതിഫലം ഭാവിയിൽ എന്താവും നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ തിരിയുമ്പോൾ ഒരു പേജിൽ വന്ന അതൊരു തീവ്ര വലതുപക്ഷ പേജാണ് എങ്കിൽ പോലും അത് ഈ പറയുന്നത് ഇതിലൊരു സന്ദേശമുണ്ട്. അതായത് ഇതിലൊരു കഥാപാത്രം തന്നെ നേരിട്ട് പറയാണ്, നമ്മുടെ പുറത്തെ ശത്രുക്കളെക്കാട്ടിയും ഭീകരമാണ് അകത്തുള്ള ശത്രുക്കൾ. അത് പൊതിഞ്ഞല്ല പറയുന്നത്. അത് നമുക്കറിയാം, ഇപ്പോഴും രാജ്യം ഭരിക്കുന്ന പിന്നെ പാർട്ടിയുടെ പിന്നെ പിതൃസംഘടന എന്ന് പറയുന്ന ആ സംഘടനയുടെ സ്ഥാപകൻ ഒരു ബുക്കിൽ എഴുതി വെച്ചതാണ്. ആ ബുക്കിൽ എഴുതി വെച്ച കാര്യമാണ് ഇവിടുത്തെ ഒരു സീനിയർ സെക്യൂരിറ്റി ഓഫീസർ, നമ്മൾ ഇപ്പോഴും ജീവിക്കുന്ന ഒരാളുടെ കഥാപാത്രത്തോട് സാമ്യം തോന്നുന്ന ഒരാൾ, വളരെ പ്രതിബിംബം. പിന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ രൂപത്തോട് സാമ്യമുള്ള ഒരു കഥാപാത്രം വളരെ ഡയറക്റ്റായിട്ട് പറയുകയാണ്, പുറത്തുള്ള ശത്രുക്കളെക്കാൾ വലുതാണ് അകത്തുള്ള ശത്രുക്കളെ എന്ന് പറയുന്നത്. ഇത് നിരന്തരം ഫോഴ്സ്ഫുള്ളി ഈ ചിത്രത്തിലൂടെ പമ്പ് ചെയ്യുന്നുണ്ട് പല കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ട് അത് കാണുന്ന ഒരു തീവ്ര വലതുപക്ഷക്കാരനായ ഉറപ്പായും പറയും. അങ്ങനെ പറയുന്ന ഒരു കമൻ്റാണ് ഞാൻ കണ്ടത്. ആ കമൻ്റ് ഈ പറയുന്നത്, ഈ 140 കോടി പോയാലും നമുക്കൊന്നും സംഭവിക്കാം, ഒരു കളവറിക്കൽ തിയറിയൊക്കെയാണ് ഈ പടം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് 2 തരത്തിലുള്ള പ്രേക്ഷകരുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഈ പടം പിന്നെ വളരെ കൊമേഴ്ഷ്യലാണ്, സിനിമാറ്റിക് എലമെന്റ് ഉണ്ട് പറയുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം തീവ്ര വലതുപക്ഷ, ഇത് പ്രൊപ്പഗണ്ട പടമാണോ? അതേ, പ്രൊപ്പഗണ്ട പടമാണ്, ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നു. നിങ്ങളുടെ ഇതുവരെയുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള എല്ലാ എലമെന്റുകളും, നിങ്ങളുടെ എസ്തെറ്റിക്സ് എല്ലാം ഞങ്ങളിതാ പൊളിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ദേശീയതയുടെ പടം ഇതാണ് എന്നുള്ള രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ഇതിനോട് കൂട്ടി വായിക്കാൻ പറ്റുന്നത് ഇപ്പൊ ഇതല്ലെങ്കിലും ഇത് രാഷ്ട്രീയ പശ്ചാത്തലം. ഇപ്പൊ സമകാലിക ഇന്ത്യ നോക്കുകയാണെങ്കിൽ RSSന്റെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ വരുന്നത്. ഈ സിനിമ നമ്മൾ എല്ലാവരും കാണുന്നു. ഈ സിനിമയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അതായത് സൺഡേ ഹോളിഡേ എന്നുള്ള സിനിമയിൽ ശ്രീനിവാസന്റെ ഒരു ഡയലോഗ് ഉണ്ട്, നമ്മളൊരു 10,000 വേദികളിൽ നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു സിനിമ ചെയ്താൽ മതി, ഒരു നല്ല സിനിമ ചെയ്താൽ മതി. അത് തന്നെയാണ് ഇത്. അതായത് നമുക്ക് പറയേണ്ട കാര്യങ്ങളെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നമ്മൾ എത്ര ആൾക്കാർ കേൾക്കും വേദികളിൽ പറഞ്ഞ
അതേസമയം ഒരു കൊമേഴ്സ് സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയ്ക്കകത്ത് പൊതിഞ്ഞും തെളിഞ്ഞും ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഒക്കെ പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ ഇത് പതിയും. ഇതിപ്പം ഇന്ത്യയുടെ സമകാലീന, അതായത് ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് സിനിമ, ഇങ്ങനെയാണ് എപ്പോഴും ഇന്ത്യക്ക് വെളിയിൽ അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ഈ പ്രൊപ്പഗണ്ട സിനിമകളുടെ കാര്യം പറഞ്ഞപ്പോൾ പറയാണ് 2020 മുമ്പ് വരെ ഈ സിനിമ രണ്ട് കാലഘട്ടം പറയുന്നത്. 2020 മുമ്പ് വരെ ഇന്ത്യൻ സിനിമ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ബയോപിക്കുകൾ, വീരദേശാഭിമാനികൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, നമ്മൾ അതിന് ശേഷം കോവിഡിന് ശേഷമുള്ള അതായത് രാഷ്ട്രീയ പശ്ചാത്തലം നോക്കാമെങ്കിൽ ഇപ്പം പറയുന്നത് ഇരയാക്കപ്പെടുന്ന ഹിന്ദുക്കളുടെ വേദനയാണ്. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. അവിടെ നമുക്ക് വൈകാരികം, മറ്റേ നമുക്കൊരു ദേശാഭിമാനമൊക്കെ തോന്നുമെങ്കിലും വൈകാരികമായി കണക്ഷൻ വരത്തില്ല. പക്ഷേ ഇരയാക്കപ്പെടുന്ന ഹിന്ദുക്കളുടെ വേദന എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട കാശ്മീരി ഫയലായാലും അവിടെ നമ്മൾ അതാണ് കണ്ടത്, അല്ലെങ്കിൽ കേരള ഫയൽ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇരയാക്കപ്പെടുന്ന ഹിന്ദു നമ്മൾ വൈകാരികമായി കണക്ട് ചെയ്യും. ഇത് നമുക്ക് ചുറ്റും നടന്നതാണല്ലോ എന്നൊരു തോന്നൽ വരും. അവിടെ നമ്മൾ വിശ്വസിക്കപ്പെടും, ഈ സംഭവം ഇത് യഥാർത്ഥമാണല്ലോ എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടും. അതാണ് ഇവർ കൃത്യമായിട്ട് കൊടുക്കുന്ന അജണ്ട. ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്ന കാര്യം, ഈ അജണ്ട പടങ്ങൾ എത്ര സിനിമാറ്റിക്കായിട്ട് നിങ്ങൾ ബിലീവബിളായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പടം അതിൽ വിജയിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ 1200 കോടി. ഈ കേരള സ്റ്റോറി നമ്മൾ കണ്ടു. നമുക്കറിയാം ഇത്രയും ടെക്നിക്കലായിട്ട് ഫ്ലോ ഉള്ള ഒരു പടം, അതിന് എന്ത് അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞാലും ഒരു സിനിമാ പ്രേമിയോ അല്ലെങ്കിൽ ഒരു സിനിമ അറിയുന്ന ആളോ അതൊരു നല്ല പടമാണെന്ന് പറയില്ല, ഒരു മേക്കിംഗ് ബേസ്. പക്ഷെ ഇതങ്ങനെയല്ല. അവിടെയാണ് ഇവർ വിജയിക്കുന്നത്. ഗവൺമെൻറ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്ന തിയറി, അവരുടെ പിന്നെ പ്രൊപ്പഗണ്ട എന്നുള്ള തിയറി, അത് ഇതിൽ വളരെ സാധൂകരിക്കുന്നുണ്ട്. ഇത് രണ്ട് കാര്യം പറയാനുള്ളത്. ഇപ്പം ഈ സിനിമ പറയുമ്പോൾ ഇതൊരു ബ്രില്യൻ സിനിമ ആയത് ഇദ്ദേഹത്തിൻ്റെ മുൻ സിനിമ, ആദിത്യ ധറിൻ്റെ മുൻ സിനിമ ഉറിജിത് സർജിക്കൽ. അപ്പം നമുക്കറിയാം, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അതിനെ സിനിമാറ്റിക്കായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ ആ സിനിമ കൊണ്ട് എത്തിക്കുന്നത് അതിൻ്റെ അവസാനം മോദിജിയെ കാണിച്ചുകൊണ്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഇന്ത്യൻ സ്പൈ പാകിസ്ഥാനിൽ പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാകുന്നു. അവിടെ നമ്മൾ ഒരു നേരത്തെ ഒരാളെ പരാമർശിച്ചു, അദ്ദേഹം ഇതിന് മുമ്പത്തെ ഭരണത്തിൽ ഭയങ്കര അസ്വസ്ഥനാണ്. അങ്ങനെ തന്നെ സിനിമ പ്ലേസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ തിയറികളെ പോലും സ്വാധീനിക്കുന്നത്. 2 പോയിന്റ് ഉണ്ട്, കൃത്യമായിട്ട് 2 പോയിന്റ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ നോട്ട് നിരോധനം. നോട്ട് നിരോധനം 500,000 രൂപകൾ പാകിസ്ഥാൻ പിന്നെ കൗണ്ടർ ഫീറ്റ് അടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിരോധിച്ചത്. വളരെ വ്യക്തമായിട്ട് ഈ സിനിമ സെക്കൻഡ് ഇറങ്ങുമെന്ന് പറഞ്ഞില്ലേ, സിനിമയിലെ സെക്കൻഡ് ഒരു പ്രധാന ഘടകം ഇതായിരിക്കും. അതിനകത്ത് ഈ സിനിമയിലൊക്കെ ഉണ്ട്, സ്പോയിലർ ആണെങ്കിൽ പോലും പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ഒരു മന്ത്രി ഇവർക്ക് നമ്മുടെ കമ്പട്ടം കൊണ്ട് കൊടുക്കുവാണ്, ഇതാണ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പാകിസ്ഥാനെ അച്ചടിച്ചുകൊണ്ടാണ് ഇന്ത്യ മോദിജി നമ്മുടെ 500ന്റെ 1000 പിൻവലിച്ചത് എന്നൊരു തത്വശാസ്ത്രം ഇവർ ഈ സിനിമയിൽ ഇറക്കിയ അത് വിശ്വസിക്കൂ. സാധാരണക്കാരൻ നമ്മളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നുണ്ടല്ലോ, IT വിങ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി, അത് ഈ വരുന്ന ഒരു തിയറിയാണ് ഈ പടത്തിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞ 2 വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞില്ല, ഇതിനെ ഒരു സിനിമയായി കണ്ടാൽ മതിയല്ലോ എന്ന് പറയുന്ന ടീം, അവരുടെ പ്രശ്നം ഇവിടെയാണ് ആരംഭിക്കുന്നത്. അതായത് ഇവർ പറയും ഇത് സിനിമയായിട്ട് കണ്ടാൽ മതി. പക്ഷേ ഇതിൽ ആദ്യം മുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഒന്നാമത് പിന്നെ കാണ്ഡഹാർ വിമാനറാഞ്ചലിൽ പിന്നെ പങ്കെടുത്ത തീവ്രവാദികൾ യഥാർത്ഥ പേരുകളും മറ്റും ഇത് ഉപയോഗിച്ചിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അവർ പിന്നെ വിനയ് കത്യാൽനാറ്റം പറയുന്ന ആളെ കൊല്ലുന്നത് അതേ ദൃശ്യത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥ ദൃശ്യങ്ങളാണ്. പാർലമെന്റ് ആക്രമണ സമയത്ത് കാണിക്കുന്ന വിഷ്വൽസ് നമ്മൾ ശരിക്കും ഇതുവരെ TV-യിൽ പോലും കാണാത്ത ഒറിജിനൽ ഗവൺമെന്റിന്റെ കയ്യിൽ മാത്രം കിട്ടുന്ന വിഷ്വൽസ് ആയിരിക്കും അതൊക്കെ. പിന്നെ മുംബൈ ഭീകരാക്രമണത്തിന്റെ വിഷ്വൽസ് നമ്മൾ ഇതുവരെ TV പോലും കാണാത്ത വിഷ്വൽസ്. ഒപ്പം തന്നെ TV ചാനലുകൾ അന്ന് പ്രക്ഷേപണം ചെയ്ത ആങ്കർമാരുടെ വോയിസ് അടക്കം വെച്ചിട്ടുള്ള ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ ഇന്ത്യയിൽ നടന്നാണ്. അതിനിടയിൽ നമ്മുടെ അടുത്ത് കുറച്ച് മന്ത്രിമാരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പേരൊക്കെ മാറ്റിയാൽ പോലും ഇത്രയും സത്യങ്ങൾ ഇവർ സത്യമായിട്ട് തന്നെ കാണിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് സിനിമ ഭാവനാപൂർണമായി കണ്ടാൽ മതിയല്ലോ എന്ന് വിശ്വസിക്കാൻ ഇതിനെ പിന്നെ നമ്മൾ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഈ പ്രൊപ്പഗണ്ട സിനിമകൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം നമ്മൾ പ്രൊപ്പഗണ്ട സിനിമകൾ ആദ്യമായിട്ട് എനിക്കുന്നു നമ്മൾ ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിലായിരിക്കും കേട്ടിട്ടുള്ളത്. ജർമ്മനിയിലൊക്കെ പ്രൊപ്പഗണ്ട സിനിമകൾ വരുന്നു പറയുന്നു. പിന്നെ നമ്മൾ ഇന്ത്യൻ ചാറ്റിൽ നോക്കുകയാണെങ്കിൽ എനിക്കത് 2ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് അത് ഭയങ്കര സദുദ്ദേശപരമായിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇടപെടലിലൂടെ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രശസ്ത സിനിമ ചക്ദേ ഇന്ത്യയും അല്ലെ മൈ നെയിം ഈസ് ഖാൻ, ഈ സിനിമയൊക്കെ പറഞ്ഞ സബ്ജക്റ്റ് പ്രൊപ്പഗണ്ട ആണെങ്കിൽ അങ്ങനെ ലെവൽ ഉണ്ടെങ്കിൽ പോലും സബ്ജക്റ്റ് ഒന്നെങ്കിൽ ദേശീയോദ്ഗ്രഹം അല്ലെങ്കിൽ ഇപ്പം അത് മതം, പോസിറ്റീവായിരുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഇത് നേരെ പ്ലേറ്റ് തിരിച്ച്. അപ്പോഴത്തേക്ക് ഇവർക്ക് ശരിക്കും നമ്മൾ ഈ പെട്ടെന്ന് മോദി എങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഒരു ഇവന്റ് മാനേജ്മെന്റ് കൊണ്ടുവന്ന പോലെ തന്നെ ഈ സിനിമയെ ഇവർ മാറ്റി. അവർ ആ സിനിമയിൽ കൃത്യമായി പ്ലേസ് ചെയ്തു. ഇപ്പം ഇതിനിടയ്ക്ക് നോക്കുകയാണ് ഒരുപാട് സിനിമകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതായത് പാനിപ്പത്ത് അല്ലെങ്കിൽ ബംഗാൾ ഫയൽ, അത് മറ്റേ കാശ്മീർ ഫയലിന്റെ ഹിറ്റ്, അത് പ്രതീക്ഷിച്ച് പോയതാണ്. അതിനൊരു ഈ കാശ്മീർ ഫയലിനെ പറ്റി
ഗോവൻ ചലച്ചിത്രമേളയിൽ അന്ന് അദ്ദേഹം പറഞ്ഞ അശ്ലീല സിനിമ എന്ന് വിമർശിച്ച ഇസ്രായേൽ ജൂറി ചെയർമാനെ കൊണ്ടുവരുന്നത് തന്നെ ഇതിൽ ഒരു ഫ്ലേവർ ചേർക്കാൻ. അതെ അതെ അയാൾ പച്ചയ്ക്ക് പറഞ്ഞു, അയാളെ പോലും വിശ്വസത്തിലെടുക്കാൻ ആ ചിത്രത്തിന് സാധിച്ചില്ല. അപ്പൊ അതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കാലഘട്ടമാണ് ഞാൻ പറഞ്ഞ സിനിമയുടെ മാറ്റം. ഇപ്പൊ ഇവർ സ്വീകരിച്ച നിലപാടാണ് ഈ വൈകാരികതയെ കൊണ്ടെത്തിക്കുക, മൃദു എന്നുള്ളതല്ല, ഈ ഹിന്ദുത്വ ഇരയാക്കപ്പെടുന്നവരുടെ കഥ പറയുക. അതാണ് ഇവിടെ ഡയറക്റ്റ്ലി കണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഇയാള് അവിടെ പോകുന്നു, അയാൾക്ക് ഉണ്ടാകുന്ന പ്രണയം ഉണ്ടാക്കുന്നു, സിനിമാറ്റിക് എലമെന്റ് എല്ലാം ഉണ്ട്, പ്രണയമുണ്ട്, ആക്ഷൻ ഉണ്ട്, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന മ്യൂസിക് ഉണ്ട്, BGM ഉണ്ട്, ആക്ഷൻ പോലും അങ്ങനെയുള്ളതാണ്. വേറൊരു ഞാൻ സിനിമാറ്റിക്കായി പറയുന്നോണ്ടാ ഇപ്പൊ ഇതിന്ന് ഡീകോഡ് ചെയ്തെടുക്കുന്നത് ഗോഡ് ഫാദറിന്റെ ഒക്കെ എലമെന്റ്സ് ആണ്. ഇത്രയും നല്ലൊരു പ്രൊപ്പഗണ്ട പടം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, അടുത്ത കാലത്തെങ്കിലും കണ്ടിട്ടില്ല. പക്ഷെ ഈ സംവിധായകനെ സംബന്ധിച്ച് ഇദ്ദേഹം കാശ്മീരി പണ്ഡിറ്റാട്ടോ. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം ഇദ്ദേഹത്തിന് അനുഭവം ചിലപ്പോൾ കാണും. അതെന്തായാലും അത് നമ്മുടെ അനുരാഗ് കശ്യപ് തന്നെ പറഞ്ഞു, ഈ സിനിമയെ ഞാൻ വിമർശിക്കുന്നില്ല, സിനിമയിലെ കുറച്ച് എലമെന്റ് മാറ്റിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്രൊപ്പഗണ്ട സിനിമകൾക്ക് ബദലായിട്ട് ഞാൻ പ്രൊപ്പഗണ്ട നിർമ്മിക്കുന്നുമില്ല, ഇങ്ങനത്തെ സിനിമകൾ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ഈ കാശ്മീരി പണ്ഡിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൊസൈറ്റിയാണ് നമ്മൾ രൂപീകരിക്കുന്നത്, അപ്പോൾ അയാളുടെ ആശയത്തിനകത്തുണ്ടായിരിക്കും. പക്ഷേ ഇത് വലിയൊരു സമൂഹത്തിലേക്ക് എത്തുമ്പോൾ ഇസ്ലാമോഫോബിയ എന്നൊരു സംഭവം അത് ഡയറക്റ്റ്ലി പറയുവാണ്. നമ്മൾ അതായത് ഒരു വിഭാഗം നമ്മുടെ സഹോദരനായി നമ്മൾ തോളെ കൈയിട്ടുകൊണ്ട് നടന്നവനെ നാളെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ള ഒരു ചോദ്യം ഇല്ല. ഈ സിനിമ ചോദിക്കുകയാണ്, നമ്മൾ ഇവരെ തോളെ കൈയിട്ട് നമ്മളൊരു ആവശ്യം, ഇവനാ ഇങ്ങനെയാണോ? കേരള സ്റ്റോറി അപ്പം 32,000 പെൺകുട്ടികളെ കടത്തിയെന്നായിരുന്നു അവർ കണക്ക് പറഞ്ഞത്. അപ്പം ഇതൊക്കെ നമ്മളെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നമ്മളത് വിശ്വസിക്കുന്നില്ല. പക്ഷെ കേരളത്തിന് പുറത്തോ UP-യിലെ വളരെ എഡ്യൂക്കേറ്റഡ് ആൾ ഈ സിനിമ കാണുമ്പോഴായിരിക്കും ശരിയായിരിക്കാം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇതേപോലെ ഒരു സന്ദേശം പൊതുവിൽ എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത്. പക്ഷെ ഭയങ്കര രാഷ്ട്രീയ പ്രേരിത. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു, നമുക്കിപ്പം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അധികം വലിയ സിനിമയാണ് ബാഹുബലി ചെയ്ത സംവിധായകൻ രാജമൗലി. അദ്ദേഹത്തിന്റെ പിതാവ് വിജേന്ദ്ര അതെ, അദ്ദേഹം ഒരു പ്രസ്താവന കുറച്ച് നാൾ മുമ്പ് പറഞ്ഞായിരുന്നു, അദ്ദേഹത്തോട് RSSന്റെ ഒരു സിനിമ ഇറക്കണമെന്ന് കുറച്ച് ആൾക്കാർ സമീപിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് RSS എന്ന സിനിമയെ പറ്റി ആ സംഘടനയെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ മോഹൻ ഭഗവതിനെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് അറിയുന്നത് ഇത്രയും വലിയ സംഘടനയായിരുന്നു, ഇത്രയും വലിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഇത്രയും ഇടപെടൽ നടത്തിയതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഞാൻ അങ്ങനെ സിനിമ എഴുതും. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ആ ഒരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ വലിയ സിനിമകൾ എഴുതുന്ന ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഭാവിയിലേക്ക് ചിന്തിക്കേണ്ടത് ഈ പ്രൊപ്പഗണ്ട സിനിമ എന്നുള്ള ഈ പ്രൊപ്പഗണ്ടയൊക്കെ മാറി, ഈ പേര് പോലും ഇല്ലാണ്ടായി ഇത്തരം സിനിമകൾ മാത്രമായി മാറും. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും നമ്മൾ ഈ തമിഴ്നാടും കേരളത്തിൽ നിന്ന് മാത്രമായിരിക്കും ഈ കുറച്ച് രാഷ്ട്രീയ സിനിമകൾ വരുന്നത്. അതും തമിഴ്നാടാണ് നമ്മൾ എടുത്തു പറയണം. ഇപ്പം മാരി സെൽവരാജ്, പാരഞ്ജിത്ത്, ഇവരൊക്കെ ഉള്ള അവർ പച്ചയായ ജാതി പറയുന്ന സിനിമകൾ വരുന്നുണ്ട്. അവർ പക്ഷേ ഈ ചെറിയൊരു മൂലയ്ക്കാണ് നമ്മൾ ഇറക്കുന്നത്. കേരളത്തിൽ പോലും രാഷ്ട്രീയ സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ ഓൾ ഓവർ കാണുന്ന ഏതാണ്? ഈ കൊമേഴ്സിൽ വരുന്ന സിനിമകളാണ്. RR എന്നുള്ള സിനിമയിൽ ആ നായകനെ രാമന്റെ പ്രതിരൂപമായിട്ടാണ് അവതരിപ്പിച്ചേക്കുന്നത്. അത് കൃത്യമായ ബ്ലെൻഡിങ് ആണ് കേട്ടോ. അല്ലൂരി ശ്രീരാമരാജു എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഇതേ രൂപത്തിലാണ് സമരം ചെയ്തത്. പക്ഷെ അത് ഉത്തരേന്ത്യക്ക് വേണ്ടി നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു. അത് ആ സീൻ നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലില്ലേ? എന്റെ മനസ്സിലുണ്ട്. രാംചരനെ ആ സിനിമയെ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് രൂപം ആ രാമനായിട്ട് താടി മുടിയൊക്കെ വളർത്തി ഭയങ്കര പ്രഭയോടെ നിൽക്കുന്ന ഒരാൾ. അതാണ് പ്ലേസിങ്. ഈ ഒരൊറ്റ സീൻ നമ്മുടെ മനസ്സിൽ പല സ്ഥലത്തും ഈ പടത്തിനെ അനുകൂലിക്കുന്നവർ അറിയുന്ന ഒരു പ്രധാന കാര്യം, നമ്മൾ അമേരിക്കയിൽ നിന്നുള്ള ഹോളിവുഡ് പടങ്ങൾ കാണുന്നത്, ആർഗോ, പിന്നെ നമ്മൾ റാംബോ, ഇതെല്ലാം US-ന്റെ പിന്നെ പ്രൊപ്പഗണ്ട പടങ്ങളാണ്. US മിലിറ്ററി എങ്ങനെ ഒരു സ്ഥലത്ത് ഓപ്പറേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ US ഇന്റലിജൻസ് എങ്ങനെ ഓപ്പറേഷൻ നടത്തുന്നത്, അവരുടെ വേർഷനാണ് കാണിക്കുന്നത്. മ്യൂണിച്ച് എന്നുള്ള പടം ഇസ്രായേല് ഇന്റലിജൻസ് ഏജൻസി എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തിയെന്നാണ് കാണിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. പിന്നെ വേറെയുണ്ട് ഈ സീരീസിൽ നോക്കിയ സ്പൈ എന്ന് പറയുന്ന സീരീസ്, ഒരു ഇസ്രായേൽ ചാരൻ എങ്ങനെയാണ് പിന്നെ ഈ ഈജിപ്തിൽ പിന്നെ ഇത് ചെയ്തതെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഈ കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ അട്ടിമറി ഉണ്ടായല്ലോ, മഡൂറോനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അവർ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ക്ലിപ്പ് എന്ന് പറയുന്നത് പിന്നെ റയാൻ എന്ന് പറയുന്ന ഒരു സീരീസിലെ നായകൻ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ രാജ്യം ഏതാണോ അറിയോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്ലിപ്പാണ്. അപ്പൊ ഈ വെനുസ്വലയാണ് ഏറ്റവും അപകടകാരിയായ ജാക്ക് റയാൻ എന്ന് പറയുന്ന സീരീസിലെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയാണ് അവര് പ്രൊപ്പഗണ്ട ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊപ്പഗണ്ട പടം എടുത്തുകൂടാ എന്നുള്ളതാണ് ഈ പിന്നെ വിഭാഗം ചോദിക്കുന്നത്. നമ്മുടെ സൈന്യത്തിന്റെ നമ്മുടെ ഇന്റലിജൻസിന്റെ ഇത് പിന്നെ ചെയ്തതാണെന്ന് പറയുന്നത്. പക്ഷേ ഈ ഇതിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ലഹാരി എന്ന് പറയുന്ന ലാഹോറിലെ ഒരു ചേരി പ്രദേശം എന്ന് പറയാം. അവർ ശരിക്കും അവിടെ ഒരു റാപ്പ് കൾച്ചറും, അത് മിനി ബ്രസീൽ എന്നൊക്കെയാണ് പറയുന്നത്. കാരണം പാകിസ്ഥാൻ ഫുട്ബോളിൽ പലരും അവിടെ നിന്നാണ് വന്നത്.
അപ്പോൾ അങ്ങനെ ഒരു സാംസ്കാരിക പശ്ചാത്തലമുള്ള സ്ഥലമാണ്. പക്ഷേ ക്രിമിനൽ ഗാങ്സും ഉണ്ട്. അപ്പോൾ അവിടെ നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഈ അസ്ലാം ചൗധരി എന്ന് പറയുന്ന അവിടുത്തെ SP, അവിടുത്തെ പിന്നെ റഹ്മാൻ തക്കീത്ത് എന്ന് പറയുന്ന ആൾക്കെതിരെ 2006-09 കാലഘട്ടത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ അസ്ലാമിൻ്റെ ചൗധരിക്ക് പിന്നീടുള്ള അയാളുടെ ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ചരിത്രം വളച്ചൊടിക്കാൻ നമ്മൾ പണ്ട് പറയുമായിരുന്നു. ഇപ്പൊ വളച്ചൊടിക്കല്ല, ചരിത്രം തിരുത്തി എഴുതും അല്ലേ? ഇപ്പം നമ്മൾ കണ്ട എല്ലാ ഇപ്പം പാനിപ്പത്ത് എന്നുള്ള സിനിമ എടുക്കാം. പാനിപ്പത്ത് യുദ്ധമാണ്. അതിന്റെ ടാഗ് സിനിമ ടാഗ് ലൈൻ ഇന്ത്യയെ സംരക്ഷിക്കാൻ എന്നായിരുന്നു. പാനിപ്പത്ത് വാർ, ഇന്ത്യയെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞത് അങ്ങനല്ല ആ സിനിമ ചരിത്രം. ഇപ്പം പിന്നെ പറയുകയാണെങ്കിൽ താനാജി എന്നുള്ള പടം, അജയ് ദേവ്ഗണിന്റെ പടം, അത് എത്ര അതായത് മറ്റേ അക്ഷയ് കുമാറിന്റെ ഒരുപാട് സിനിമകളുണ്ട് ഇങ്ങനെ. അതെ, രാം സേതു, എല്ലാ സിനിമകളും ഈ പ്രൊപ്പഗണ്ട സിനിമകളാണ്. എനിക്ക് ഒരു പക്ഷേ എനിക്ക് അക്ഷയ് കുമാറിനെ ഭയങ്കര ഇഷ്ടം നടനായിരുന്നു കേട്ടോ. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് അക്ഷയ് കുമാറിന്റെ നടനെ ഇഷ്ടമാണെങ്കിലും വ്യക്തിപരമാണ് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നടനായി. ഈ വിക്കി കൗശാൽ ഇതുപോലെ. വിക്കി കൗശാൽ ഭയങ്കര അസാധ്യ നടനാണ്. അയാൾ വളരെ സാധാരണക്കാരനായി വന്ന അവസരങ്ങൾ അന്വേഷിച്ച് ചെറിയ ക്യാരക്ടറുകളൊക്കെ ചെയ്തു വന്നതാണ്. മാസാനൊക്കെ സിനിമയിലൊക്കെ നല്ല ക്യാരക്ടറുകൾ ചെയ്തു, സഞ്ജുവിൽ കൂട്ടുകാരനായിട്ട് ചെയ്തു. പിന്നെ അയാൾ പെട്ടെന്നൊരു വളർച്ച. പക്ഷെ അദ്ദേഹം ഈ സിനിമയിലാണല്ലോ ദേശീയ അവാർഡ് കിട്ടിയെന്ന് ഓർക്കുമ്പോഴാണ് നമുക്കൊരു അയ്യോ ഇതിനാണല്ലോ നമുക്കൊരു അയാളോടല്ല നമ്മുടെ ഒരു വൈകാരികത, അയാളോട് ഇഷ്ടമുള്ളതുകൊണ്ട് അയാൾ നല്ലൊരു സിനിമയുടെ നല്ല റോൾ ചെയ്തായിരുന്നെങ്കിൽ. പക്ഷേ ഈ ഇത് പറയുന്ന പോലെ ഉറിയും ഇതേ രീതിയിൽ സിനിമാറ്റിക് ആയിട്ട് ഗംഭീര പടമാണ്. ഉറി നമ്മൾ കണ്ട ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല. സീൻ ബൈ സീൻ നമുക്ക് ഭയങ്കര ദേശീയതയൊക്കെ തോന്നും കേട്ടോ. സിനിമ കാണുമ്പോൾ തോന്നുമോ നമ്മുടെ രാഷ്ട്രം കൊള്ളാം, അടിപൊളി. പക്ഷെ ഇവർ പൊതിഞ്ഞ് പറയുക എന്നുള്ളത് മാറി. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. ഇന്നലെ വരെ പൊതിഞ്ഞാണ് പറഞ്ഞെങ്കിൽ ഇനി പൊതിഞ്ഞ് പറയേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി പറയാം. ഇസ്ലാമോഫോബിയ ഓക്കെ ഇതാണ് പച്ചയ്ക്ക് പറയുക എന്ന് പറയത്തില്ലേ, അത് മുന്നോട്ട് എവിടെ കൊണ്ടെത്തിക്കും? ഈ സിനിമ എന്ന മാധ്യമത്തെ ഓക്കെ നമ്മൾ സമൂഹത്തെ എല്ലാം മാറ്റി നിർത്തുന്നു. സിനിമ എങ്ങനെ ബാധിക്കുന്നില്ല നിർത്തട്ടെ. സിനിമ എന്ന മാധ്യമത്തെ അല്ലെ സിനിമ എന്ന ഇൻഡസ്ട്രിയെ ഭാവിയിലേക്ക് എങ്ങനെ കൊണ്ടെത്തിക്കും? ഈ എപ്പോഴും ഈ ബോളിവുഡിന്റെ ഒരു പ്രവണതയുണ്ട്, ഒരു ഹിറ്റ് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും പിന്നെ അങ്ങോട്ട്. ബയോപിക് വന്നാൽ ബയോപിക്, സ്പോർട്സ് വന്നാൽ സ്പോർട്സ്, എന്റർടൈൻ അല്ല ഈ സർവേയിൽ വന്നാൽ അത്. ഇപ്പോഴാണ് ഈ സാധനം വന്നത്. ദുരന്തർ കൃത്യ പ്ലേസ് ചെയ്തു സ്പൈ. ഇനി അങ്ങോട്ട് സ്പൈയുടെ മേളമായിരിക്കും. ഈ പടത്തിന്റെ ഒരു വിജയം കാരണം എന്ത് ഈ സൽമാൻ ഖാൻ പോലും സ്വന്തം പടം പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. അതെ, അവരുടെയൊക്കെ ഒരു സൽമാൻ ഖാനൊക്കെ സ്പൈ ഓൾറെഡി ടൈഗർ സ്പൈ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇവിടെ. അപ്പോഴാണ് അതൊക്കെ മേലെ ഒരു സാധനം വരുന്നത്. അതിൽ ഇതുണ്ട്. ഈ പടം വെച്ചിട്ട് ഒരു ബോളിവുഡിന്റെ സാംസ്കാരികത ഒരു ഇതുണ്ടല്ലോ. അതില് പിന്നെ ഇപ്പൊ ഗാന്മാരാണ്, പിന്നെ അവരിങ്ങനെയുള്ള ഒരു മുമ്പും ഈ മുസ്ലിം ആയിട്ടുള്ളവർ തന്നെ ദേശഭക്തി പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ തിരസ്കരിക്കുന്ന രീതിയിലുള്ള വൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഹൃതിക് റോഷൻ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ ഹൃതിക് റോഷനെ പിന്നെ സ്റ്റാമർ ചെയ്യുന്ന രീതിയിലുള്ള ഇത് ഭാവിയിലോട്ട് എത്രത്തോളം പോകും? ഇപ്പൊ മലയാള സിനിമയെ പോലും മലയാളത്തിലേക്ക് വരും. മലയാളത്തിൽ പോലും ഇപ്പൊ ഇത്രയുള്ള സിനിമകൾ വരുന്നില്ലേ? അതായത് ഇത് പൊതിഞ്ഞ് പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ അടുത്ത് ഒരു MG റോഡിൽ നടക്കുമ്പോൾ ഏതോ ഒരു പടം, ഒരു ചെറിയ ലോക്കൽ പടം, അതിന് പിന്നെ അതിന്റെ പേര് ഒരു ശബരിമല ബന്ധപ്പെട്ട ഒരു പടം, വായുപുരാനായിട്ടാണ് പേര്. ഈ ചില ഇടക്കാലത്ത് ഒരു ഹോക്സ് ഇറങ്ങിയിരുന്നു. അതായത് ഈ വാവര് എന്ന് പറയുന്ന അയാള് പിന്നെ മുസ്ലിം അല്ല, അത് വായുപുരാൻ എന്ന് പറയുന്ന ഒരു ഭൂതഗണമാണെന്നുള്ളത് ആ പേര് വെച്ചിട്ട് ഒരു പടം. അത് മിനി സീരീസ് ആണോ പടമാണോ എന്നായിരിക്കും. ഞാൻ പോസ്റ്റ് കണ്ടതാ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചെറിയ കണ്ടന്റുകളാണ് ആദ്യം വരുന്നത്. ഇതിന് ഭാവിയിൽ കേരളത്തിൽ ഇപ്പം ഈ മലയാളത്തിന്റെ കാര്യം പറഞ്ഞോണ്ടേ, മലയാളത്തിൽ എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്ക് വെട്ടിയിട്ടാൻ കാര്യം എന്തായിരുന്നു? അത് കൂടുതൽ ചർച്ചയാക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. നമ്മളെല്ലാം പറഞ്ഞു പഴകിയതാണ്. ആ സംഭവം എടുത്ത് പറഞ്ഞുകൊണ്ടാണ്. ആ സമകാലിക കേരളത്തിലും ആ സമകാലിക ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാളെ നമ്മളോ നിങ്ങളൊരു എഴുതാനൊരു കവിത പേന എടുക്കുമ്പോൾ ആലോചിക്കണം, ഇത് വേണോ അല്ലേ? എനിക്കൊരു സംഭവം ഒരു പഴയ സംഭവം പറയണമെന്നുണ്ട്, നല്ല ചിലപ്പോൾ. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരും. സംവിധായകൻ സച്ചി ഇതൊന്നിട്ട് ബന്ധപ്പെട്ടല്ല, സച്ചി ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞാണ്, അദ്ദേഹത്തിന് നമ്പിനാരായണന്റെ കഥ സിനിമയാക്കുന്നത് ഈ മാധവൻ ചെയ്തതിന് മുമ്പായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇന്റർവൽ പഞ്ച് എന്ന് പറയുന്നത് അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ അതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ് വരും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാമൂഹ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ആ സിനിമ അദ്ദേഹം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞു. അതൊരു യുക്തിയാണ്. ഒരു സമൂഹത്തിനെ ദോഷമായിട്ട് ബാധിക്കില്ല എന്നുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. പക്ഷെ ആ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഇന്ന് ആവശ്യമില്ല പേനെടുത്ത് വെക്കുമ്പോൾ കേട്ടോ. ഞാൻ പക്ഷെ ഇതിൻ്റെ ഗുണം അറിയോ, ചില സിനിമകൾക്ക് നമുക്ക് ഭയങ്കര സബ്സിഡി ഒക്കെ കിട്ടും കേട്ടോ. ഇവിടെ കാശ്മീർ ഫയൽസ് അല്ല, ഈ ദുരന്തർ തന്നെ ലഡാക്കിൽ പിന്നെ ടാക്സ് ഫ്രീ കൊടുത്തു. കാരണം എന്താ,
ഇതിലെ പല ഭാഗങ്ങളും ലഡാക്കിൽ ചിത്രീകരിച്ചതാണെന്ന് പറഞ്ഞിട്ട്. പണ്ടൊക്കെ നമ്മൾ കേട്ടുള്ളതേ ആശയപരമായ സിനിമകൾക്ക് സബ്സിഡി മാറ്റും, അല്ലെ ചില സബ്ജക്റ്റുകൾ പ്രത്യേകമായി എടുത്ത് പറയുന്നതിന്. അത് പക്ഷെ ഓഫ് ബീറ്റിൽ മരിക്കും, ഭയങ്കര ഓഫ് ബീറ്റിൽ മരിക്കും, അതിന് കളക്ഷൻ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പം ഇത്രയും വലിയ സിനിമകൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദുരന്തറിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക വശങ്ങൾ കൂടിയാണ് ഇന്നത്തെ ബോണസ് കണ്ടന്റ് ചർച്ച ചെയ്തത്.